Hello, good morning. Hello. Good morning, ma'am. Morning. Good morning. Good morning, ma'am. Good morning. നമുക്കിന്ന് പുതിയ ചാപ്റ്ററിൽ എടുക്കണ്ടേ? ആ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതാണ് ചാപ്റ്റർ. നമുക്ക് ഇനി പുതിയത് എടുക്കാനുള്ളത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ശേഷം 6ാമത്തെ ചാപ്റ്റർ ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ആരെങ്കിലും പോയാ? ഉണ്ടായിരുന്നവരില് ഉണ്ടായുള്ളോ? Yes, Health Management Information System. What is HMIS? എന്തായിരിക്കും ഹെൽത്ത് മാനേജ്മെന്റ്? ഹെൽത്ത്, ജസ്റ്റ് എക്സ്പാൻഡ് ദാറ്റ് അബ്രീവിയേഷൻ. HMIS എന്ന് പറയുന്ന ആ ഒരു ഇത് അബ്രീവിയേറ്റഡ് ഫോം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇത് മാനേജ്മെന്റ് ഓഫ് ഹെൽത്തിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം. അതിനകത്ത് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, റിഗാർഡിംഗ് ദ പേഷ്യൻസിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തില്, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, അവരുടെ ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആർ carried out in ഹോസ്പിറ്റൽസിൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് ചെയ്യുക? ഇതെല്ലാം is to be stored for some informative purpose. ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കുന്നു, ആൾക്ക് എന്താ അസുഖമാണ്, അല്ലെങ്കിൽ ആ ആൾക്ക് അസുഖത്തിന് എന്ത് മരുന്നാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് ഡിസീസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അത് റെക്കോർഡ്സ് എപ്പോഴും ഒരു ഇൻഫോർമേഷൻ ആണ്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ വേണ്ടിയോ, ഓൾ ദ തിങ്സ് ഹാവ് ടു ബി റെക്കോർഡ്. അപ്പോഴാണ് ഇത് മറ്റുള്ളവർക്കോ അത് ഉപയോഗിക്കാൻ പറ്റുക. ഇന്നൊരു കാര്യം, അതിന്റെ ഇൻഫോർമേഷൻ ഫ്രം വേർ ടു ഗെറ്റ് ഇറ്റ്, അത് എവിടെ നിന്ന് കിട്ടും? ഇന്ന് പണ്ടൊക്കെ ഇത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാ? പലതരത്തിലുള്ള തടിച്ച റെക്കോർഡ് ബുക്കുകളില് അല്ലെ, പേപ്പർ കണ്ടന്റുകളായിട്ടാണ് കൂടുതലും റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ആസ് ദ ടൈം പാസ്ഡ്
നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ എന്താ പറയാ ആസ് പാസേജ് ഓഫ് ടൈം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടത്തിന്റെ ആ ഒരു മാറ്റങ്ങൾക്ക് അനുസരിച്ച് ടെക്നോളജി എന്താ പറയുക ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസ് വന്നു. സോ nowadays we can record all these informations using IT, information technology ഉപയോഗിച്ച്. അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി മീൻസ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാം. So that the healthcare system or the hospitals can offer എന്താ പറയാ improved or developed services to the patients. ഇത്തരം ഇൻഫോർമേഷൻസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫോർമേഷൻസിന്റെ ബേസിസിൽ പല കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തി നല്ല നല്ല സേവനങ്ങൾ ആർക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു ഇൻഫോർമേഷൻ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ്. അപ്പൊ ഏത് ആളുകൾക്കാണെങ്കിലും ഹോസ്പിറ്റൽസിന്റെ തന്നെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ കൊടുക്കുന്ന മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഒക്കെ ഓരോന്നിനും അതിൻ്റെതായ ഇൻഫോർമേഷൻസ് അവര് കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഫോർ ദെയർ പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് ഓൾസോ പാലിയേറ്റീവ് ഹെൽത്ത് കെയർ സർവീസസ് വിച്ച് ഈസ് ഓഫേർഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബൈ ദ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ആ ആക്ടിവിറ്റീസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാലാണ് അവർക്ക് എന്ത് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഓർഗനൈസേഷൻസ് ഒക്കെ നോക്കിയാലേ, ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ കട, അവിടെയുള്ള ഇൻഫോർമേഷൻസ് അവർ കളക്ട് ചെയ്ത് വെക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നെസസറി ആണ് ഹോസ്പിറ്റൽസിലെ ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന്മാരുടെ ഒരു ലൈഫുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇത് വളരെയധികം കോംപ്ലക്സിറ്റീസ് ഒക്കെ നിറഞ്ഞ കാര്യമാണ് ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ്. കാരണം ഡാറ്റാസ് നമുക്ക് ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കണം അല്ലെ. അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അങ്ങനെയുണ്ട്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് റിസപ്ഷൻ. അവിടെ നമുക്ക് എന്താ പറയാ ചിട്ട് എഴുതി തരുന്നു. അവിടെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പേര്, നമ്മളുടെ വയസ്സ്, അതുപോലെ നമ്മുടെ അഡ്രസ്, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് അവിടെ കളക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുന്നത് വീണ്ടും ഇതന്നെ ആവർത്തിക്കുന്നില്ല. ഓൾറെഡി വിൽ ബി റിട്ടേൺഡ്. അവിടെ നമുക്ക് കൊടുക്കുന്ന നമ്മളുടെ പേരും ഇതൊക്കെ എഴുതുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിലുണ്ടായിരുന്നു. പിന്നെയും അത് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതിൻ്റെതായ റെക്കോർഡ്. ഇപ്പൊ ഫാർമസിയിൽ പോകുന്നു, മരുന്നുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്, എന്തൊക്കെ മരുന്നാണ് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള റെക്കോർഡ്. ഇപ്പൊ ഏതെങ്കിലും ലാബിൽ പോകുന്നു, എന്തെങ്കിലും ലാബ് ടെസ്റ്റ് നടത്താൻ വേണ്ടി അവിടെ. അപ്പൊ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഓഫ് റിക്വയർമെന്റ്സ് ആണ് നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഡാറ്റയ്ക്കുള്ളത്. ഓരോ ഡാറ്റ എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള ബയോമെഡിക്കൽ ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ ലാബിലുള്ള ടെസ്റ്റുകളൊക്കെ, ഇതെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്ത് പല പല റെക്കോർഡുകളാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് സൂക്ഷിക്കുന്നുണ്ട് ഫോർ ദ ഇൻഫോർമേറ്റീവ് പർപ്പസ്. ഇതൊക്കെ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പിന്നീട് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും അന്വേഷണങ്ങളോ, ഇപ്പൊ ഒരു രോഗിക്ക് എന്തൊക്കെ മരുന്ന് കൊടുത്തു, പിന്നീട് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ വി ഹാവ് ടു ചെക്ക് വാട്ട് ഈസ് എന്താ പറയാ അവിടെ ഉണ്ടായ കാര്യം എന്താണ്, എന്ത് മരുന്നുകൾ കൊടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ആ റെക്കോർഡ്സ് നമുക്ക് നോക്കണം. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹെൽത്ത് കെയർ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി ഓഫ് നേച്ചർ. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒരു കാര്യമല്ല നടക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ എത്ര പേഷ്യൻസ് അവർ ഹോസ്പിറ്റലിൽ ഒരു ദിവസം വന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ അത്രയും പേഷ്യൻസിന്റെ റെക്കോർഡുകളും അത്യാവശ്യം. ഇതെല്ലാം ഒരാളുടെ മെമ്മറിയിൽ പവറിൽ സൂക്ഷിച്ചു വെക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സോ health care and health management information system provides information regarding the health management of the patients those who are coming to the healthcare institutions or hospitals. But healthcare institutions അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുന്ന, ഹെൽത്ത് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുന്ന എന്ന് വെച്ചാൽ അവരുടെ ക്യൂറേറ്റീവ്, അവരുടെ പ്രിവെന്റീവ്, അവരുടെ പാലിയേറ്റീവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ രോഗം വരുന്നതിനെ ശുശ്രൂഷിക്കുക, അത് വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞാലേ, അതായത് ഈ പാലിയേറ്റീവ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾഡ് ഏജ് പീപ്പിളിനാണ് കൂടുതലും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾഡ് ഏജ് പീപ്പിളിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുമല്ലോ.
പക്ഷെ അത് എന്താ പറയാ എല്ലാം അങ്ങോട്ട് മാറ്റി പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് ചിലപ്പോ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ അവരെ ആ രോഗം കൊണ്ട് അവര് സഫർ ചെയ്യുന്ന ചില കാര്യങ്ങളെ റിലീഫ് കൊടുക്കാൻ, എന്താ പറയാ അവര് ആശ്വാസം കൊടുക്കാൻ, അതാണ് പാലിയേറ്റീവ് ഹെൽത്ത് കെയർ സർവീസസ് ഉദ്ദേശിക്കുന്നത്. ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ എവിടെയെങ്കിലും ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവരുടെ ഹെൽത്ത് അത്രയും ഓൾഡ് ഏജ് കൊണ്ട് അവർക്ക് ഓപ്പറേഷൻസ് സർജറിയിലൂടെ അത് മാറ്റാനോ അങ്ങനെ പറ്റില്ല. ചില രോഗമൊക്കെ വന്നു കഴിയുമ്പോ അധികം പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടേഴ്സ് പറയാറില്ല ഇത്രയും പ്രായമായി നമുക്ക് സർജറി പോസിബിൾ അല്ല എന്നൊക്കെ പറയാറില്ലേ. എന്ന് വിചാരിച്ചിട്ട് അവർ ആ വേദന തിന്നുന്നത് മുഴുവൻ അവിടെ കിടന്ന് തിന്നട്ടെ എന്നാണോ? മനുഷ്യനല്ലേ അല്ലേ? അപ്പൊ അവർക്ക് അതിന് റിലീഫ് കൊടുക്കാൻ, ഒരു ആശ്വാസം കൊടുക്കാനുള്ള ചില സർവീസസ്, അതാണ് പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വാക്ക് അവിടെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ തടയുക, രോഗം തടയുക, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗം ശുശ്രൂഷിക്കുക. അതിനൊപ്പം തന്നെ പാലിയേറ്റീവ് ഹെൽത്ത് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ എൻകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുക. അതാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? നേരത്തെ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയാണ് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും മാത്രം ആ പാരഗ്രാഫിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെന്റൻസ് കേട്ടോ, 1ഉം 2ഉം. ഹെൽത്ത് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസ്, അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇൻ ഹെൽത്ത് മാനേജ്മെന്റ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റെന്ത് തരത്തിലുള്ള മാനേജ്മെന്റിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റ് മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. അതറിയാലോ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതിനിപ്പോ ഒരു എന്താ പറയാ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടുത്തെ പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ പ്രോഡക്റ്റുകൾ, കുറെ തുണികൾ, അത് ഇതൊക്കെ, അതിന്റെ പ്രൈസ്, അത് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്താൽ മതി. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽത്ത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. അതിനകത്ത് they have to monitor the health status of each and every patient. ഓരോ വന്നു പോകുന്ന രോഗിയുടെയും ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയുണ്ട്, വാട്ട് പ്രൊവിഷൻസ് ഓഫ് സർവീസസ് ആർ ഗിവൺ ടു ദം, ഏതൊക്കെ തരത്തിലുള്ള സേവനം അവർക്ക് കൊടുക്കുന്നുണ്ട്, മാത്രമല്ല യൂട്ടിലിറ്റി ഓഫ് ഡ്രഗ്സ്, അവർ ഉപയോഗിക്കുന്ന മരുന്നുകള്, മരുന്നിന്റെ സ്റ്റോക്ക്, അതിന്റെ കൺസംഷൻ പാറ്റേൺ, ഹൗ ടു യൂസ് ദാറ്റ് മെഡിസിൻ, എങ്ങനെയാ മെഡിസിൻ നമ്മൾ കൺസ്യൂം ചെയ്യണം, മീൻസ് എങ്ങനെ കഴിക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ ഓരോ എക്യുപ്മെന്റുകൾ, അതിന്റെ പാറ്റേൺസ്, മറ്റു കാര്യങ്ങള്, പിന്നെ അവരുടെ ഓരോ സ്റ്റാറ്റസ് ആൻഡ് അവൈലബിലിറ്റി, അവരുടെ ഫിനാൻസ് എങ്ങനെ അവര് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന കാശാണ് ഉപയോഗിക്കുന്നത്, പേഷ്യൻസിന് കിട്ടുന്ന എമൗണ്ട് ഒക്കെയാണ് നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ? പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് ഏറ്റവും വലിയ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് അതൊക്കെ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ അവൈലബിലിറ്റിയെ നമ്മളെങ്ങനെ എന്താ പറയാ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇതെല്ലാം റെഗുലർ ആണ്. ഒരു ദിവസത്തെ കാര്യം അല്ല, എല്ലാ ദിവസവും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈച്ച് ആൻഡ് എവരി ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റിക്വയേഴ്സ് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതൽ മാനേജ്മെന്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് പറയാ, അതിന് പോപ്പുലേഷനുമായിട്ട്, പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ആണ്.
ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു? അവരുടെ ഹെൽത്തിനെ നോക്കണം, അവരുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യണം, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങള്, അവർക്ക് കൊടുക്കുന്ന മരുന്ന് അതെങ്ങനെ അവർ യൂസ് ചെയ്യുന്നു, പിന്നെ അവരുടെ എക്യുപ്മെന്റുകള്, അവരുടെ എക്യുപ്മെന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവരുടെ മെഷീൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഫിനാൻസ്, അതുപോലെ തന്നെ ആവശ്യമുള്ള ജോലിക്കാര്, ഇതൊക്കെ നമുക്ക് അതിന്റെ വയബിലിറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ഓരോ ദിവസം നമുക്ക് മാനേജ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റ് മാനേജ്മെന്റുകളിൽ നിന്നും ഒത്തിരി വ്യത്യാസമാണെന്ന് എടുത്തു പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഹെൽത്ത് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ ഹെൽത്ത് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് they must have some accurate and also relevant, it means important and also current information. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണെന്നറിയോ? അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യതയോടെ, അതുപോലെ തന്നെ കറന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അവർക്കത് മനസ്സിലാക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെ പോരായ്മ നമുക്കുണ്ട്, വീക്ക്നെസ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിന്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളിലൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പൊ ആ പോരായ്മകൾ കൂടി മനസ്സിലാക്കി they can act promptly to make corrections. എങ്ങനെ നമുക്ക് സേവനത്തെ മെച്ചപ്പെടുത്താം, ആ കറക്ഷൻസ് ഒക്കെ വരുത്താനൊക്കെ. അപ്പൊ അതൊക്കെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹെൽത്ത് മാനേജ്മെന്റ്. അതൊക്കെ കൃത്യമായിട്ട് ടൈമിങ്ങിലായിരിക്കണം, അക്യുറേറ്റ് ആയിട്ട് ടൈംലി ആക്ഷൻ ആണ്. അപ്പൊ അതിന് ഇൻഫോർമേഷൻ കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ കിട്ടണം. ഇപ്പൊ ഇന്ന് ഏതെങ്കിലും പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം ഉണ്ടാക്കുന്നതിന് അതിനെന്ത് വേണം? ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് വേണം. അതിപ്പോ അവിടെ ഉണ്ടെങ്കിലേ നമുക്കത് കളക്ട് ചെയ്ത് നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്താണ് പോരായ്മ, അവിടുത്തെ ആ കാര്യം നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാം. അപ്പൊ കറക്റ്റീവ് സ്റ്റെപ്സ് ആക്ഷൻസ് എടുക്കണമെങ്കിൽ they should have some timely and accurate information available. അപ്പൊ അതൊരു ബേസിക് നെസസിറ്റി ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അപ്പൊ ഇതൊക്കെ എന്ത് വേണം? റെക്കോർഡ് ചെയ്ത് വെച്ചാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നടന്ന കാര്യം ഓക്കെ അത് കഴിഞ്ഞു, അവിടെ റെക്കോർഡ്സ് ഒന്നും സൂക്ഷിക്കുന്നില്ല. സോ എവിടെ ഇംപ്രൂവ്മെന്റ് വരുത്തണം, എവിടെയാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത്, ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് all these informations have to be recorded. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പാരഗ്രാഫ് മനസ്സിലായോ? രണ്ടാമത്തെ പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി സെന്റൻസ് ആണ്. റെഗുലർ ബേസിസ് വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആൻഡ് അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ടൈംലി ആൻഡ് അക്യുറേറ്റ് ഇൻഫോർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ഈസ് എ ബേസിക് നെസസിറ്റി ഓഫ് ഹെൽത്ത് മാനേജ്മെന്റ്. ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എന്താ? ഈ ഇൻഫോർമേഷൻസ് ടൈമിലിയും കറക്റ്റ് അക്യുറേറ്റ്ലിയും രണ്ടും വേണം. കൃത്യതയും വേണം, സമയത്തിനും കിട്ടണം. അപ്പൊ ഇൻഫോർമേഷൻ കൃത്യമായ സമയത്ത് കൃത്യതയോടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ പ്രോംപ്റ്റ് ആക്ഷൻ എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഫസ്റ്റ് 2 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പറ്റും. ആ 2 സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ നന്നായിട്ട്. തുടക്കമൊക്കെ ഇച്ചിരി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് തോന്നുന്നതാണ്, ബിക്കോസ് അതിനകത്ത് കുറെ ഇങ്ങനെ വലിച്ചു വാരി എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് പഠിക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചോ? ഓക്കെ അല്ലേ? പ്രശ്നം വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തെ ഭാഗം അത്ര പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. അതെല്ലാ ചാപ്റ്ററും ഐ തിങ്ക് ഈ PGയിലെ എല്ലാ ചാപ്റ്ററിന്റെയും തുടക്കം ഇച്ചിരി പാടാം. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാ കുറച്ചങ്ങോട്ട് ലൂസ് ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. യെസ്, അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റയാണ്. ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? The thing which is collected from public or from various sources. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയേ എന്തെങ്കിലും കാര്യങ്ങളെ ഇങ്ങനെ കളക്ട് ചെയ്യൂലേ, ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യില്ലേ, അതെയാണ് നമ്മൾ ഡാറ്റ എന്ന് വിളിക്കാം.
ഇവിടെ ഒരു സെൻട്രൽ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എപ്പോഴും ഒരു സെൻട്രൽ ഹെൽത്ത് കെയർ ഡാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കൊരു പേഷ്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഒരു കേന്ദ്രമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേന്ദ്രം തന്നെ ഉണ്ടായിരിക്കണം. So that we can collect that particular data subsequently or immediately when it is needed. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് കളക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് ചെന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കളക്ട് ചെയ്യാം. അതല്ല അയ്യോ അതിന്റെ ഡാറ്റ ഇവിടെ ഇല്ലട്ടോ, അത് അപ്പുറത്താണ് അല്ലെങ്കിൽ ഇത് ഇപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാരണം ഓടിക്കഴിഞ്ഞാൽ ടൈം ഇസ് ഗോയിങ് ഓൺ അല്ലേ. സമയം നമുക്ക് ആർക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, വെയിറ്റ് ചെയ്യില്ല. അപ്പൊ സമയം പോകുന്നതിന് അനുസരിച്ച് സംതിങ് മേ ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ അല്ലെ, അതിനിടയിൽ പലതും സംഭവിക്കാനും സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഇൻഫോർമേഷൻ ഒക്കെ എവിടെ നിന്ന് കിട്ടും? അതിന്റെ ചോദ്യവും പറച്ചിലും അന്വേഷണത്തിലൊക്കെ കണ്ടെത്തി വരുമ്പോ ഇവിടെ പലതും നടക്കേണ്ടത് നടന്നു കഴിയും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഒരു സെൻട്രൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് വി ക്യാൻ കളക്ട് ദാറ്റ് ഡാറ്റ സബ്സിക്വന്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല കാര്യമല്ലേ? അതിപ്പോ നല്ല കാര്യമല്ല എന്നല്ല, അതാണ് അതിന്റെ സ്ഥിതി അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലേ, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമുക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയണം, അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ നമുക്ക് എവിടെ പറ്റും എന്ന് പറയുമ്പോൾ അത് ഇന്ന സ്ഥലത്തുണ്ട്, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ വി ക്യാൻ ഡയറക്ട്ലി ഗോ ദർ. നമുക്ക് അവിടെ നേരെ അങ്ങോട്ട് പോകാം, അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം, നമ്മുടെ കാര്യം എന്താണ് സാധിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് സാധിക്കാൻ പറ്റും അല്ലേ. അതല്ല നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അയ്യോ അത് ഇവിടെ ഇല്ലട്ടോ, അത് ഇവിടെ ആയിരിക്കാം കണ്ടോ, ഇങ്ങനെയുള്ള കുറെ ഊഹാപോഹങ്ങളിലൊക്കെ പറഞ്ഞ് ഇനി അതൊക്കെ പോയി കണ്ടെത്തി എടുത്തു വരുമ്പോഴേക്കും പല കാര്യങ്ങളും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് സെൻട്രൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഹാവ് ടു ബി ദേർ ഇൻ എവറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്. That is which can be collected and also we can immediately use for our health care information ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഡാറ്റ നമുക്ക് എങ്ങനെയാണ് ആ ഹെൽത്ത് കെയർ ഡാറ്റയെ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റുക, പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ. ഹെൽത്ത് കെയർ ഡാറ്റ ഒക്കെ എവിടെ നിന്നൊക്കെ കിട്ടും, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്, അതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ഹെഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹെഡില് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് 4 പോയിന്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 4 പോയിന്റ്. അതിന് മുമ്പ് ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടാ, ആ ഒരു സെന്റൻസ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ വരെ. First one, healthcare data information defined. എന്ന് വെച്ചാൽ first of all, healthcare data and information defined എന്ന് പറഞ്ഞാൽ what are health data, healthcare data അല്ലെങ്കിൽ what is health information, എന്താണ് ഹെൽത്ത് കെയർ ഡാറ്റ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുക. മനസ്സിലായി? ഡാറ്റ ഇൻഫർമേഷൻ മേ ബി യൂസ്ഡ് ആസ് എന്താ പറയാ ഇന്റർചേഞ്ചബിൾ വേർഡ്സ്. നമുക്കത് രണ്ടും എന്താ പറയാ ആൾക്കാർ ഇങ്ങനെ രണ്ടും ഒന്നാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ട്, ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. പക്ഷെ അതിന് രണ്ടിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ഇറ്റ് ലേറ്റർ, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത് ഡാറ്റയാണോ, ഹെൽത്ത് കെയർ ഡാറ്റയാണോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആണോ എന്താണെന്നത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അത് ഒന്നാമത്തെ ഭാഗം. ഹെൽത്ത് കെയർ ഡാറ്റ എന്താണെന്നും ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ എന്താണെന്നും ആദ്യം തന്നെ നമ്മൾ അറിയണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. അതാണ് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത്. ഇതിന്റെ പോകെ വിവരിക്കുന്ന കാര്യം ഒന്നാമത്തേത് ഇതാണ്, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. ഓക്കെ, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ സോഴ്സസ്. ഈ ഹെൽത്ത് കെയർ ഡാറ്റ അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്ന സ്രോതസ്സുകൾ, സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് അതാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡ് ഇസ് ഹെൽത്ത് കെയർ ഡാറ്റ ഒറിജിനേറ്റ് ആൻഡ് വൈ. എവിടെ നിന്നാണ് ഹെൽത്ത് കെയർ ഡാറ്റ ഉണ്ടാകുന്നതെന്നും അതെന്തുകൊണ്ടാണ് അത്തരം ഡാറ്റ ഉണ്ടാകുന്നതെന്നും. ഹെൽത്ത് കെയർ ബിക്കം ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. ഹെൽത്ത് കെയർ ഡാറ്റ എപ്പോഴാണ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വിവരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ മൊത്തം കാര്യങ്ങളെ ഈ 4 ഹെഡായിട്ട് അവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേന്ന് മനസ്സിലായോ? എന്നിട്ട് ഈ ഓരോരോ പോയിന്റ് നിങ്ങൾ ചിന്തിക്കരുത്,
അതായത് കൺഫ്യൂസ്ഡ് ആകരുത്. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻ. ഹെൽത്ത് കെയർ ഡാറ്റയാണോ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരുത്തി തരിക നമുക്കറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സോഴ്സ്. ഹെൽത്ത് കെയർ ഡാറ്റ എങ്ങനെ ഉണ്ടാകുന്നു, അത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, മാത്രമല്ല എപ്പോഴാണ് ഈ ഹെൽത്ത് കെയർ ഡാറ്റ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒക്കെ ഉത്തരമാണ് രണ്ടാമത്തെ ഭാഗത്ത് ഇവർ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് വൺ ഹെൽത്ത് കെയർ ഡാറ്റ യൂസർ. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ഡാറ്റ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇവരൊന്ന് എന്താ പറയാ ഓരോ പോയിന്റ് വൈസ് പറഞ്ഞേക്കാണ്. മനസ്സിലാവുണ്ടോ പറയുന്നത്? മനസ്സിലാവണമെന്നില്ലേ? എന്താണ് പോയിന്റുകളിൽ ഇങ്ങനെ പറയുന്നതെന്ന് ക്ലിയർ ആകുന്നുണ്ടോ? ഒന്ന് പറയണേ. കാരണം ഇതിന്റെയൊക്കെ തുടക്കം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആണ് ഈ ചോദിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ അടച്ചുമൂട്ടിരിക്കുന്നതുകൊണ്ടോ ഒന്നറിയില്ല. പൊടിയൊക്കെ എനിക്ക് തോന്നുന്നത് ഫാൻ ഇടുമ്പോഴേക്കും നമ്മുടെ മുക്കി വരും. ഇച്ചിരി ഡിസ്റ്റന്റ് ആണ് അല്ലെ? നിങ്ങൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടാവും. സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല. പക്ഷെ ഐ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ് ബിക്കോസ് പൊടി പടർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യണം നമുക്ക്. ഓക്കെ, സോറി ട്ടാ. ഇടയ്ക്ക് എനിക്ക് ചുമ്മാ വരണമൊക്കെ തോന്നുന്നുണ്ട്. ക്ഷമിക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ പറയും. എന്നാലും എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഇങ്ങനെ ശനി ഞായറൊക്കെ കഴിഞ്ഞ് വരുമ്പോ പിന്നെ അടച്ചു കിടക്കാണല്ലോ. എനിക്ക് തോന്നുന്നത് കുറെ നേരം മുമ്പ് ഫാനൊക്കെ ഓണാക്കി വെച്ച് പൊടിയൊക്കെ പുറത്ത് പോകും. അതെ, ശരിയാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡാറ്റ യൂസ് ചെയ്യുന്നത്? How do healthcare organizations use data? What is the impact of the trend toward analytics and big data on healthcare data? ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ എത്രത്തോളം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാര്യം. ഈ ചാപ്റ്ററിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്? ഹൗ ഡസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡാറ്റ എഫക്ട് ഇറ്റ്സ് യൂസ്? നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ ക്വാളിറ്റി അത് ഉപയോഗിച്ചപ്പോൾ എത്രത്തോളം എഫക്ട് ഉണ്ട്? ഈ പറയുന്ന 4 കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ ലക്ഷ്യം. മനസ്സിലായോ? അതായത് ലക്ഷ്യം ഈ ചാപ്റ്ററിന്റെ ലക്ഷ്യം പറയുന്നതാ 4 പോയിന്റ്. എന്തൊക്കെയാണത്? പ്രധാനപ്പെട്ട ആ പോയിന്റിന്റെ ഇത് മാത്രം ഓർത്താൽ മതി. അതെന്താണെന്നാണ് അവർ ആ ബ്രാക്കറ്റിനകത്ത് തന്നിരിക്കുന്നത്. Healthcare data and information. Define the first one. Healthcare data and information source. പിന്നെ healthcare data users. പിന്നെ healthcare data quality. ഓക്കെ, അപ്പൊ ഈ 4 കാര്യമാണ് ഈ 4 സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ, അതുകൊണ്ട് തന്നെയാണ് അന്നേരം ഞാനത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നോക്കാം. ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻ. അതാണ് ഫസ്റ്റ് പാർട്ടിൽ ഇവര് നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സംടൈംസ് ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. ഇതിന്റെ അർത്ഥം ഒന്ന് തന്നെയാണോ? ഇന്റർചേഞ്ചബിളി എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി മറിച്ച ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഹെൽത്ത് കെയർ ഡാറ്റ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഒന്ന് തന്നെ ആണ് എന്ന് വിചാരിച്ച് ആൾക്കാർ ഇങ്ങനെ അറിയാതെ ഉപയോഗിക്കാറുണ്ട്. ഡാറ്റ ഉപയോഗിക്കുന്നോടത്ത് ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്നോടത്ത് ഡാറ്റാണോ അവര് ഇങ്ങനെ അറിയാതെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഡിസ്റ്റിങ്ഷൻ ഓർ ഡിഫറൻസ്, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എന്താണ്? ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ തമ്മിലുള്ള വ്യത്യാസം? ആളുകൾ ഇങ്ങനെ അറിയാതെ തെറ്റായ രീതിയിൽ ഇന്റർചേഞ്ചബിളി 2 വാക്കുകളും ഉപയോഗിക്കുമ്പോഴും അതിൽ വ്യത്യാസമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കാം. ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നതിന്റെ ഒരു പ്രോസസ്ഡ് ഫോം ആണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ. ഹെൽത്ത് കെയർ ഡാറ്റ ഈസ് ദ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ഈസ് ദ പ്രോസസ്ഡ് ഫോം ഓഫ് ഹെൽത്ത് കെയർ ഡാറ്റ. നമ്മൾ ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും അറിയണം, അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യുന്നു? ആരോടെങ്കിലൊക്കെ പോയി ചോദിച്ച് അന്വേഷിച്ച് ആ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതിന് നമ്മൾ റോ ഡാറ്റ എന്ന് വിളിക്കുന്നു. ശേഖരിച്ച വിവരങ്ങൾ അത് ഡാറ്റയാണ്.
പക്ഷെ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ആ ഡാറ്റയിൽ നിന്ന് ഈ കളക്ട് ചെയ്തത് മുഴുവൻ എനിക്ക് അത്യാവശ്യമുള്ളതായിരിക്കില്ല. അതിൽ നിന്ന് ഞാൻ റിഫൈൻ ചെയ്ത് ആവശ്യമുള്ളത് എടുക്കുന്നു, പ്രോസസ് ചെയ്ത്. അയ്യോ ഇതൊന്നും വേണ്ട, ഇതൊക്കെ അനാവശ്യമായ ഡീറ്റെയിൽസ് ആണ്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമായത് മാത്രം ഞാൻ ശേഖരിക്കുന്നു. അതാണ് എന്ത് വിളിക്കുക? അത് പ്രോസസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് വിളിക്കുന്നു? ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ വിളിക്കുന്നു. മനസ്സിലായോ? ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും പലരും രണ്ടും ഒന്നാണെന്ന രീതിയിൽ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ദർ ഈസ് എ ഡിഫറൻസ്. എന്തായാലും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെൽത്ത് കെയർ ഡാറ്റയുടെ പ്രോസസ്ഡ് ഫോം ആണ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹെൽത്ത് കെയർ ഡാറ്റ മീൻസ് ഇറ്റ് ഈസ് ദ റോ ഫാക്ട്. അത് റോ ആണ്. റോ മീൻസ് എന്താ? റോ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചയായതെന്നൊക്കെ പറയില്ലേ? എന്ന് വെച്ചാൽ റോ ഫാക്ട്, റോ മെറ്റീരിയൽസ് എന്ന് പറയില്ലേ? എന്താ റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കൾ. ഇതെല്ലാം കൂടി എന്താണ്ടൊക്കെ കാണിച്ച് ആക്കിയാൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റബ്ബർ ഇങ്ങനെ ഷീറ്റൊക്കെ അടിച്ച് ആൾക്കാർ, റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ അത് ഷീറ്റ് രൂപത്തിലാക്കി ഇത് ചെയ്യുന്നു. അത് ബിസിനസ് ചെയ്യും, കച്ചവടം ചെയ്യും, എല്ലായിടത്തും കൊടുക്കും. ആ റബ്ബറിനെ പല രീതിയിൽ, അത് റോ മെറ്റീരിയൽ. ആ റബ്ബർ ഷീറ്റുകളെ എന്തെങ്കിലുമൊക്കെ തിങ്സിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെ? നമ്മുടെ കുക്കറിന്റെ ഹാൻഡിലായിട്ടോ വണ്ടികളുടെ വീലുകളായിട്ടോ ഒക്കെ പ്രോസസ് ചെയ്ത് ഒരു ഫിനിഷ്ഡ് ഗുഡ് ആയി വരും. മനസ്സിലായോ? മറ്റേത് റോ ആണ്, റോ മെറ്റീരിയൽ ആണ്. അത് നമുക്ക് നേരിട്ട് കൺസംഷന് യോഗ്യമല്ല. റൈറ്റ്? ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? നമുക്കത് നേരിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഉപഭോഗ വസ്തു ആകുന്നില്ല, ഒരു ഫിനിഷ്ഡ് ഗുഡ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഗുഡ് ആയി തീരുന്നില്ല. അതിനെ പ്രോസസ് ചെയ്താണ് നമ്മളൊരു ഫൈനൽ ഗുഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി രൂപപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് റോ ഡാറ്റയാണ്. അത് നമ്മൾ ആവശ്യമുള്ളതൊക്കെ എടുത്ത് അതിനെ പ്രോസസ് ചെയ്ത് നല്ലൊരു റിഫൈൻഡ് രൂപത്തിലാക്കി വരുമ്പോൾ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോ ഈ ഹെൽത്ത് കെയർ ഡാറ്റ ഇതും തമ്മിൽ ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കാര്യം ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ വരെ ഉപയോഗിക്കാം, അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് the difference between healthcare data and health information is that the health information is processed health data. Health data process ചെയ്തതാണ് health care health information എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നും ഇല്ലാണ്ട് സെന്റൻസ് വായിച്ചു പഠിക്കാം. The simple answer is ഒന്നും വേണ്ട. The difference between health data and health information is that the health information is processed health data. അതിന്റെ ഇടയ്ക്ക് the simple answer എന്നുള്ളത് വേണമെന്നില്ല, കാരണം അത് വേണ്ട. അതിന്റെ ഇടയിൽ ഞാൻ അത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇനി അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിലേ ഏതാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനോ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിലേതാ? ഹെൽത്ത് കെയർ ഡാറ്റയാണോ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആണോ? എന്താണോ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഹെൽത്ത് കെയർ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുമോ? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓർ എനി അതർ പർപ്പസ്? ഏത് ഉപയോഗിക്കും? ഏത് ഉപയോഗിക്കും? ഉത്തരം പറയോ? പോയോ എല്ലാവരും? ഉത്തരം പറയില്ല? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആണ്. വെരി ഗുഡ്. അതന്നെ, ഹെൽത്ത് കെയർ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസിഷൻ മേക്കിങ്ങിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിനെ റിഫൈൻ ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കുന്ന ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആണ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹെൽത്ത് കെയർ ഡാറ്റ ഈസ് ദാറ്റ് ദേ ആർ ജനറലി നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അത് മനസ്സിലിട്ടാൽ മതി. സെന്റൻസ് ഞാൻ ഉണ്ടാക്കിക്കോളാം, മോക്ക് ടെസ്റ്റിലൊക്കെ തന്നോളാം. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഡാറ്റ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ബിക്കോസ് അത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് റോ ഡാറ്റയാണ്, വെറും റോ ഡാറ്റയാണ്. പക്ഷെ അതിന് നമ്മൾ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കി മാറ്റുമ്പോൾ അത് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ ഡാറ്റയുടെ ആ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ, ഹെൽത്ത് കെയർ ഡാറ്റ എങ്ങനെയാണ് ആകുന്നത് അല്ലെങ്കിൽ അതെങ്ങനെ ആ ഡാറ്റ ഒരു ഇൻഫോർമേഷൻ ആയി മാറുന്നു എന്നുള്ളത് കാണിക്കുന്ന, അതിന്റെ കമ്പോണൻസ് കാണിക്കുന്ന ഒരു ചെറിയ ഒരു ഫ്ലോ ചാർട്ട് കൊണ്ടുണ്ട്. ബട്ട് ആ ഫ്ലോ ചാർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഫ്രം ദ ഡൗൺ ടു അപ്വേർഡ്സ്. താഴെ നിന്ന് മുകളിലേക്കുള്ള ഒരു ആരോ മാർക്കാണ് കാണിച്ചേക്കണേ. കണ്ടോ നിങ്ങള്? കാണുന്നില്ലേ? യെസ്. എന്താണ് ആ ഒരു അപ്വേർഡ് ഡിറക്ഷനിലുള്ള കാര്യം കാണിക്കാൻ കാരണം? ഏറ്റവും താഴെ നമ്മൾ കളക്ട് ചെയ്ത ഹെൽത്ത് കെയർ ഡാറ്റ.
ഏറ്റവും ആദ്യം നമ്മൾ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏറ്റവും ആദ്യം അല്ലെ, അതാണ് ഏറ്റവും അടിയിൽ കിടക്കുന്നത്. പിന്നെ മുകളിലേക്ക് ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്കി. അതാണ് തൊട്ട് മുകളിൽ കാണുന്ന ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ. ഈ ഇൻഫോർമേഷൻ എന്താകും, നമ്മുടെ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനോ പല മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കും. ആ ഹെൽത്ത് കെയർ അതെന്താകും, മറ്റുള്ളവർക്ക് അതൊരു നോളജ്, അറിവായി മാറും. ഇൻഫോർമേഷനെ നോളജ് ആക്കി മാറ്റുന്ന ആ ഒരു എന്താ പറയാ ഫ്ലോ ചാർട്ട്, താഴേന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ഫ്ലോ ചാർട്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മറക്കണ്ട, ആ ഫ്ലോ ചാർട്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് ടിക്കിട്ട് വെച്ചേക്കാം കേട്ടോ. അതിന്റെ ഏറ്റവും ബോട്ടമിൽ ഏതാ, അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, നോളജ്. ഏറ്റവും പൊക്കത്തില് നോളജ് ആണ്, ഏറ്റവും താഴെ ഹെൽത്ത് കെയർ ഡാറ്റയാണ്, മിഡിലില് അത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ അവര് വിവരിച്ചിരുന്നു. ഓക്കെ, അതിനകത്ത് ഏറ്റവും ടോപ്പില് ഹെൽത്ത് കെയർ നോളജ്, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള അറിവാണ്. ഇൻഫോർമേഷനിൽ നിന്ന് ഈ അറിവ് തന്നെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം നമ്മുടെ നാട്ടില് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ രോഗവുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ അത്ര അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ ഹോസ്പിറ്റൽസിൽ ആ രോഗത്തെ കുറിച്ചും അതിനകത്ത് എത്ര ആളുകൾ അതിന് എന്താ പറയാ ആ രോഗത്തിന് എന്താ പറയാ വിക്ടിംസ് ആയിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവര് ഹോസ്പിറ്റൽസ് റെക്കോർഡ് ചെയ്യും. ആൻഡ് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള സർവേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനോ ഈ പറയുന്ന ഡാറ്റ നമുക്ക് ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ഉപയോഗിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻസ് അവരത് എടുക്കും അവിടെ നിന്ന്. ആൻഡ് ഇറ്റ് ബിക്കംസ് എ നോളജ് അല്ലെ, അതൊരു അറിവായി മാറും അല്ലെ. ആരാണോ അതൊക്കെ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്നവർക്ക് അത് ഒരു ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്ന ഒരു അറിവ്, ഇൻഫോർമേഷനെ അറിവാക്കി മാറ്റുന്നതിലേക്ക് എത്തിക്കും. അതാണ് ആദ്യം ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയിൽ നിന്ന് അതിനെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നു. ഇൻഫോർമേഷൻ അതൊരു നോളജ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് തന്നെ അറിവാണ്. ഇപ്പൊ എനിക്കാണ് ആ കാര്യത്തെ കുറിച്ച് അറിയുന്നത്. സോ ഇറ്റ് ഗിവ്സ് മീ സം നോളജ് അബൌട്ട് ദാറ്റ് റെക്കോർഡ്. ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ റെക്കോർഡ് എനിക്ക് എന്ത് ചെയ്യുന്നു, ആ കാര്യത്തെ കുറിച്ച് ഒരു അറിവ് തരുന്നു. മനസ്സിലായോ? അപ്പൊ നോളജ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജോൺസ് ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റൂൾസ്, റിലേഷൻഷിപ്സ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ്. എന്താണ് എല്ലാം കൂടി ചേർത്തതാ നോളജ് എന്ന് പറയുന്ന അറിവ്. ഇവിടെ ഹെൽത്ത് കെയറിനകത്ത് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ഹോസ്പിറ്റൽസിന്റെ റൂൾസ്, അവിടെയുള്ള മറ്റ് റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് സ്റ്റാഫ് ഒക്കെ അവരുടെ ഐഡിയാസ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരു അറിവായി മാറുക എന്നാണ് ആര് പറയുന്നത്, ജോൺസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ നോളജിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടാ. ഇൻവെർട്ടർ കോമ എന്ത് ചെയ്യുന്നിടത്താണ് അവസാനിപ്പിക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കാമോ ആ ഒരു പാരഗ്രാഫ്? ഏറ്റവും മുകളില് ഹയസ്റ്റ് പാർട്ടില്, ഹൈസ്റ്റ് ലെവലില് നോളജ്, ഹെൽത്ത് കെയർ നോളജ് ആണ്. മിഡിൽ പാർട്ടില് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആണ്. ഏറ്റവും ബോട്ടം പാർട്ടില് ഹെൽത്ത് കെയർ ഡാറ്റ ആണെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അതൊക്കെ അത്രേ ഉള്ളൂ. ആ സാധനം, ആ ഫ്ലോ ചാർട്ട് അവര് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് താഴെ പറഞ്ഞു. ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. ഓക്കെ, വായിച്ചോ? ആ ഫസ്റ്റ് സെന്റൻസ് മാത്രമേ അണ്ടർലൈൻ ചെയ്യാനുള്ളൂ, മറ്റേത് ഫ്ലോ ചാർട്ടിലുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് ഡാറ്റ, ഹെൽത്ത് കെയർ ഡാറ്റ ഹെൽത്ത് കെയർ ഇൻഫോർമേഷനിൽ ആകുമ്പോ അത് പ്രോസസ് ചെയ്തിട്ടാ വരുന്നത്.
അപ്പൊ ഹെൽത്ത് കെയർ ഡാറ്റയെ പ്രോസസ് ചെയ്ത് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ ആയിട്ടും അതിനുശേഷം അതൊരു നോളജ് ആയിട്ട് മാറുന്ന ഒരു ലെവലാണ് നമുക്ക് ആ ഫ്ലോ ചാർട്ടിൽ തന്നിരിക്കുന്നത്. ഫ്ലോ ചാർട്ട് അപ്വേർഡിലേക്കാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ ഇല്ലേ, ഇതിനു വേണ്ടിയിട്ട് ആ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതൊക്കെ റെക്കോർഡുകളായി മാറും അല്ലെ. അപ്പൊ പലതരത്തിലുള്ള റെക്കോർഡ് നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. മെഡിക്കൽ റെക്കോർഡ് വേഴ്സസ് ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് വേഴ്സസ് ഹെൽത്ത് റെക്കോർഡ്. ഇനി അതെന്താണെന്നൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് ആ ഡാറ്റാസ് എവിടെ കളക്ട് ചെയ്യുന്നത്, പല റെക്കോർഡുകളിൽ നിന്നാണ്. അതിന് ഹോസ്പിറ്റൽസിൽ പല റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ റെക്കോർഡും ഉണ്ട്, ഹെൽത്ത് റെക്കോർഡും ഉണ്ട്. ഇനി ഇതുപോലെ നമ്മുടെ ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും പോലെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട് ആൾക്കാർ. തെറ്റിദ്ധരിച്ച് രണ്ടും ഒന്നല്ലെന്നൊക്കെ വിചാരിച്ച് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെയും വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സെന്റൻസ്. The terms medical record and health record are often used interchangeably to describe patients' clinical record. പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റെക്കോർഡിനെ ആൾക്കാർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡും ഹെൽത്ത് റെക്കോർഡും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ according to the subsequent evolution of electronic system, പക്ഷേ ഉണ്ടല്ലോ ഈ പറയുന്ന സാധനത്തില് ഇന്റർചേഞ്ചബിളി ആളുകൾ ഉപയോഗിച്ചിരുന്നു. മെഡിക്കൽ റെക്കോർഡ് അതുപോലെ ഹെൽത്ത് റെക്കോർഡൊക്കെ ഒന്നാണ്, അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവരത് മാറി മറിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ നമ്മുടെ എന്താ പറയുക ഇൻഫോർമേഷൻ സിസ്റ്റം, IT ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇലക്ട്രോണിക് മെഷീൻസ് ഉപയോഗിച്ച് നമ്മുടെ ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് മാറ്റങ്ങൾ, എന്താ പറയാ, ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രണ്ട് സ്ഥാപനത്തിൽ ഉണ്ടെന്ന് മനസ്സിലായോ. അതായത് പണ്ട് ഹെൽത്ത് റെക്കോർഡ് അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഒന്നായിട്ടൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു സാധനത്തിൽ നിന്ന് ഡ്യൂ ടു ദ ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രോണിക് വെർഷൻ ഈ റെക്കോർഡുകളൊക്കെ ഇലക്ട്രോണിക് വെർഷനായി ഈ റെക്കോർഡുകളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോ എന്താണ് ഒരുപാട് ഈ ടേമുകൾക്ക് വ്യത്യാസം ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തി. ഓക്കെ, രണ്ട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ നോക്കാം, ദ ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ONC ആണ്. അവര് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും വ്യത്യാസം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഹാസ് സം ഡിസ്റ്റിങ്ഷൻ എന്ന് കണ്ടെത്തിയത് ആരാണ്? ONC ആണ്, ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, രണ്ടും ഒന്നല്ല, രണ്ട് വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇലക്ട്രോണിക് എന്താ പറയാ നമ്മുടെ മെഡിക്കൽ റെക്കോർഡും തമ്മിൽ രണ്ടാണ് എന്ന് കണ്ടെത്തിയത് ഇതിലാണ്. ഓക്കെ, പണ്ടൊക്കെ ആൾക്കാർ അത് ഒരേപോലെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന് പിന്നീട് മനസ്സിലായി എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാരാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തത്, ഏത് എൻറ്റിറ്റി ആണെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരെ മതി. ആസ് ഫോളോസ് ഒന്നും വേണ്ട. ONC, ഓഫീസ് ഓഫ് ദ നാഷണൽ കോർഡിനേറ്റർ ഫോർ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി. വായിച്ചോ? അണ്ടർലൈൻ ചെയ്തോ? അടുത്ത ഒരു കുഞ്ഞു കഷ്ടോടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. അധികം രസമുള്ള കാര്യങ്ങളല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പറയും. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അടുത്തത് ആദ്യം നമ്മള് അപ്പൊ പറഞ്ഞല്ലോ ONC ഈ പറയുന്ന രണ്ട് തമ്മിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നുണ്ട്? അതായത് ഡിജിറ്റൽ വേർഷൻ ഓഫ് പേപ്പർ റെക്കോർഡ്സ് ആണ്. ഇത് പേപ്പറിലൊക്കെ റെക്കോർഡ് ചെയ്ത് വന്നത് ഡിജിറ്റലൈസ് ചെയ്ത ആ ഒരു വേർഷൻ, അതാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ EMR സ്മോൾ ലെറ്റർ S ആണ് അതിന്റെ കൂടെ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതിന്റെ റെക്കോർഡ്സിന്റെ S ആണ് കേട്ടോ വന്നേക്കുന്നത്. ഓർക്കണം, EMR ഒക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പോ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ എന്തിന്റെ
പേപ്പർ ചാർട്ടുകളായിട്ടായിരുന്നു പണ്ടൊക്കെ റെക്കോർഡുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സിന്റെ അടുത്ത് അവർ പേപ്പറിൽ ഇങ്ങനെ ചാർട്ട് ഓരോ പേഷ്യൻസ് വൈസ് ഓരോ ചാർട്ടുകൾ ഉണ്ടാക്കും, ഡോക്ടർ എടുത്ത് കൊടുക്കും. ആ ചാർട്ട് ഫാർമസി കൊണ്ടുപോകും, ലാബിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊണ്ടുപോകും. കണ്ടോ, ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത ഉള്ള ഒരു വേർഷൻ. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് വിളിക്കുക. അതിനകത്ത് മെഡിക്കലും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഹിസ്റ്ററി ഓഫ് ട്രീറ്റ്മെന്റ്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ പഴയ പൂർവ്വ ട്രീറ്റ്മെന്റ്, നേരത്തെ എന്തെങ്കിലും രോഗം വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഹോസ്പിറ്റലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ, എവിടെ പല സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ആ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്, അതിന്റെ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ ഒരു ഹിസ്റ്ററി, അതാണ് EMR-നകത്ത് ഉൾപ്പെടുന്നത്, ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ വരുന്നത്. ERM എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് ഇത് ഹാവ് സം അഡ്വാൻറ്റേജ് ഓവർ ദ പേപ്പർ റെക്കോർഡ്സ്. ഈ പേപ്പർ റെക്കോർഡ്സിനെ അപേക്ഷിച്ച് അതിന് ഒരു കുറച്ചുകൂടി എന്തുണ്ട്, നേട്ടമുണ്ട്. നമ്മുടെ ഈ റെക്കോർഡ്സിന് അല്ലെങ്കിൽ ഈ മെഡിക്കൽ റെക്കോർഡ്സിന്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ റെക്കോർഡ്സിന്. എന്താണ് അപ്പൊ EMRs എന്താണെന്ന് അറിയാമോ? അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞു, നേട്ടം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ നേട്ടം? EMR എന്ന് പറയുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന് പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്. വട്ടാതെ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ട്രാക്ക് ഡാറ്റ ഓവർ ടൈം. എപ്പോ വേണമെങ്കിലും നമുക്ക് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റ എപ്പോ വേണമെങ്കിലും എടുക്കാം. കാരണം എന്താ, ഇതൊക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ ഡിവൈസിൽ സ്റ്റോർ ചെയ്തേക്കല്ലേ, അല്ലേ? അപ്പൊ പിന്നെ എപ്പോ വേണമെങ്കിലും എടുത്തൂടെ? മറ്റേ പേപ്പറിനകത്താകുമ്പോ ചാർട്ടുകളൊക്കെ എടുത്ത് പോയി അന്വേഷിച്ച് എവിടെ പോയി കണ്ടുപിടിച്ചിട്ടൊക്കെ വരാനാ ഇത്തിരി സമയം എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ആ പാസ്വേഡ് വെച്ച് പെട്ടെന്ന് തന്നെ ആ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കാം. സോ ട്രാക്ക് ഡാറ്റ എനി ടൈം, ഓവർ ടൈം മീൻസ് എനി ടൈം. ഓക്കെ. സെക്കൻഡ് വൺ, ഈസിലി ഐഡന്റിഫൈ വിച്ച് പേഷ്യൻസ് ആർ ഡ്യൂ ഫോർ പ്രിവെന്റീവ് സ്ക്രീനിങ്സ് ഓർ ചെക്കപ്സ്. ഏറ്റവും ആദ്യം ഇപ്പൊ ഈ ഡാറ്റ നോക്കിയിട്ട് ആദ്യം ഏത് പേഷ്യന്റിനെ നോക്കണം, ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ട ഏതെങ്കിലും രോഗത്തിന് തടയാനുള്ള എന്തെങ്കിലും ഏത് പേഷ്യന്റിന് ആദ്യം കൊടുക്കണ്ടേ, ആ ഒരു പ്രിഫറൻസ് മനസ്സിലാക്കാനും ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഉള്ളത് കൊണ്ട് ഏത് പേഷ്യൻസിനെ ആദ്യം അറ്റൻഡ് ചെയ്യണം, ഏത് പേഷ്യൻസിനെ ആദ്യം ചെക്കപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ ഒരു വ്യക്തത വേഗം എടുക്കാനായിട്ട് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ അത് ആരാണ് സർജൻ, അവർക്ക് അതൊക്കെ പെട്ടെന്ന് തീരുമാനിക്കാനും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേപ്പർ റെക്കോർഡ്സ് ഒക്കെ എടുക്കുന്നതിനേക്കാൾ കുറച്ച് എളുപ്പമാണ്. ഓക്കെ. പിന്നെ ചെക്ക് നോ ഹൗ their patients are doing on certain parameters such as blood pressure readings or vaccinations. അത് BP, അതുപോലെ തന്നെ എന്താ പറയാ അവരുടെ മറ്റേതെങ്കിലും BP റീഡിങ്സ്, അതുപോലെ വാക്സിനേഷൻ, ഇതൊക്കെ ഏതൊക്കെ സമയത്ത് എടുക്കുന്നു, അങ്ങനെയുള്ള അതുപോലെയുള്ള ചില കാര്യങ്ങൾ, അതിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ, പേഷ്യൻസിനെ ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പം സഹായിക്കുന്നതും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് തന്നെയാണ്. ഇലക്ട്രോണിക്കലി ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ അത്തരം ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ അവർക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ റെക്കോർഡ്സിന്റെ ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണല്ലോ ഡോക്ടേഴ്സ് നോക്കുന്നത്, അല്ലെ? റിസൾട്ട് ഒക്കെ നോക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി ഓഫ് കെയർ വിത്തിൻ ദ പ്രാക്ടീസ്. അവരുടെ ഓവറോൾ ക്വാളിറ്റി, ഹോസ്പിറ്റൽസിന്റെ ഓവറോൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈസിലി ഇതൊക്കെ എപ്പോഴും വേണമെങ്കിലും ആക്സസ് ചെയ്യാനും നെസസറി സ്റ്റെപ്സ് എടുക്കാനും പേഷ്യൻസ് ഏത് സമയത്ത് വേണമെങ്കിലും ആ ഡാറ്റ ഒന്ന് എടുക്കാനും ഒക്കെ പറ്റുന്നത്. ഇതൊക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ്. മനസ്സിലായോ? ഇതെല്ലാം ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ക്ലിനിക്ക് നടത്തുന്നവരെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ്, അത് കഴിഞ്ഞിട്ട് 4 പോയിന്റ്. ഓക്കെ. EMRSന്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്ന 4 എങ്ങനെയൊക്കെയാണ് ക്ലിനീഷ്യൻസിനെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസും 4 പോയിന്റും ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കാമോ ആ 4 പോയിന്റും ആ ഒരു സെന്റൻസും?
വായിച്ചോ? ഓക്കെ അല്ലേ? പക്ഷേ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ 4 അഡ്വാൻറ്റേജ് പറഞ്ഞു. എപ്പോ വേണമെങ്കിലും നമുക്ക് ആ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പേഷ്യൻസിന് ഏത് രീതിയിലുള്ള സ്ക്രീനിങ്ങോ അല്ലെങ്കിൽ എന്ത് ചെക്കപ്പോ ആർക്കാണ് ആദ്യം നടത്തേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയാനും ഈ പറയുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സഹായിക്കും. പിന്നെ ഏത് പേഷ്യൻസ് ആയാലും അവരുടെ എന്താ പറയുക ബ്ലഡ് പ്രഷർ റീഡ് ചെയ്യാനോ അതുപോലെ വാക്സിനേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനും ഒക്കെ അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സഹായിക്കും. പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ കെയർ അവർ കൊടുക്കുന്ന കെയർ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എവിടെ പോരായ്മ നോക്കിയിട്ട് അതൊക്കെ ചെയ്യാം. പക്ഷെ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ചില ലിമിറ്റേഷൻസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനുണ്ട്. അതിലൊരു ലിമിറ്റേഷൻ ആണ് എന്താണെന്നറിയാമോ? ഈ പറയുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കനോട്ട് ട്രാവൽ ഔട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ പറയുന്ന ഡാറ്റയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പുറത്ത് ഏതെങ്കിലും ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ഇൻ ദ പ്രിന്റഡ് ഫോം. അതെന്ത് ചെയ്യണം? വീണ്ടും നമ്മളതിനെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സിനെ നോക്കി അവരെ ചെക്ക് ചെയ്ത് ഇപ്പൊ തന്റെ പേഷ്യൻസ് ഈ പേഷ്യന്റിനെ ഇത് തന്റെ വിഭാഗത്തിൽ പെട്ടതല്ല, ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഡോക്ടറുടെ അടുത്തേക്ക് ആളെ സജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ ഇതിന്റെ ഈ കണ്ടുപിടിച്ച നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകളൊക്കെ അതിന്റെ ടെസ്റ്റുകളോ മറ്റെന്തെങ്കിലും ഒക്കെ നടത്തിയതിന്റെ റിസൾട്ട് ഒക്കെ ചെയ്യണം പ്രിന്റഡ് ഫോമിലാക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അധികം ദൂരം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് അതൊരു പോരായ്മയായിട്ടും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായ? അപ്പൊ പേപ്പർ റെക്കോർഡാണ് എന്താ അതെല്ലാം അങ്ങോട്ട് കൊടുത്തുവിടാൻ പോകുന്നു. അതേസമയം ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഇൻഫോർമേഷൻസ് അവിടെ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുമ്പോ അത് അതിന്റെ ഞങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ നടത്തി അപ്പൊ ഞാൻ ഇന്നതൊക്കെ കണ്ടെത്തി. ഞാനിപ്പോ ഒരു പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് നിൽക്കുകയാണ് ഇരിക്കുകയാണ്. അപ്പൊ അവര് എനിക്ക് കുറെ എന്തൊക്കെയോ കുറച്ച് 2-3 പ്രാവശ്യമായിട്ട് 2-3 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, എന്റെ രോഗം മാറുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇന്നത്തെ കാര്യത്തെ തോന്നാം അവർക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോ ഇന്ന ആൾക്കൊന്ന് സജസ്റ്റ് ചെയ്തു. ചിലപ്പോൾ ന്യൂറോനെ ആകാം അല്ലെങ്കിൽ ഓങ്കോളജി ഏതാണോ എന്റെ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ആളെ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽഡ് ഫോം വേണം. അതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. പക്ഷെ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇയാളെ കൊടുത്തുവിടാനായിട്ട് മറ്റു ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പോരായ്മയാണ്. ക്ലിയർ? മനസ്സിലായോ? സെന്റൻസ് എന്താണെന്ന്? ഒരു ഡ്രോബാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് 4 പറഞ്ഞു. 4 നേട്ടങ്ങളുണ്ട് അഡ്വാൻറ്റേജ്, പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് അവർ പറയുന്നതാണ്. ഓക്കെ ഓക്കെ, അത്രയും നമുക്ക് ഇന്ന് കിട്ടുന്നുള്ളൂ. ബാക്കി അതൊന്നും വായിച്ചു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസും നന്നായി പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കണേ. ഞാനിപ്പോ അത് ക്വസ്റ്റ്യൻ അടയാളപ്പെടുത്താൻ പറയുന്നില്ല, കാരണം അതിന്റെ ആ ഒരു സെന്റൻസ് നമുക്ക് എന്താ പറയാ ഇങ്ങനെ എഴുതിയ അതിന് വേണ്ട. സെന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം, നിങ്ങളുടെ ആൻസർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഫോമില് സെന്റൻസ് തന്നു കഴിഞ്ഞാൽ പറ്റില്ലാന്ന് മനസ്സിലായ ചോദ്യം ഉണ്ടാക്കുമ്പോ അതിന് പകരം ഞാൻ ഒരു മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ തന്നോളാന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ പറയുന്നുണ്ടല്ലോ, ഒരു എന്താ പറയാ പോരായ്മയായിട്ട് പറയുന്നില്ലേ? ആ പോരായ്മയുടെ സെന്റൻസ് അതങ്ങനെ തരുമ്പോ ഒരു സുഖമില്ല. അതുകൊണ്ട് വേറെ സെന്റൻസ് ആയിട്ട് ഞാൻ ചോദ്യം തന്നോളാം. നിങ്ങൾ അത് മോക്ക് ടെസ്റ്റില് പഠിക്കുമ്പോ ഒന്ന് നന്നായി പഠിക്കണം എന്ന്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ ഒന്ന് വായിച്ചോക്കാം. ഇവിടെ നിർത്താം കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അടുത്ത ദിവസം എടുക്കാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് നമ്മളിപ്പോ പറഞ്ഞത്. രണ്ടും രണ്ടാണ്. അതിന്റെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിന്റെ നേട്ടങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. 7th മൊഡ്യൂളിലേക്ക് എല്ലാവരും ടീച്ചേഴ്സ് ഒക്കെ ആയില്ലേ? എല്ലാവരും 7th മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് എല്ലാം എടുക്കുന്ന ടീച്ചേഴ്സ്? ഓക്കെ, സെവൻത് മൊഡ്യൂളിലെ ഏതോ ഒരു ചാപ്റ്റർ കുറച്ച് വലുതാണ്. ചിലപ്പോ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തീർന്നാൽ ചിലപ്പോ അതിന്റെ ഇടയിലൊക്കെ വേറെ ടീച്ചേഴ്സ് എടുക്കോട്ടെ ബാക്കി. ഓക്കെ, ഓക്കെ. സോ നമുക്ക് നിർത്താം. എന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, 2-3 മിനിറ്റ് ഉള്ളൂ.
Okay, so see you അടുത്ത ദിവസം കാണാം. Bye. Thank you so much.